സിനിമാ നടൻ അഭിനേതാവ് ജോയ് മാത്യു അദ്ദേഹം പറയുന്നു മത്സര സാധ്യത അത് തള്ളുന്നില്ല. ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞതാണ്. നിലവിൽ ആരും ബന്ധപ്പെട്ടിട്ടില്ല, സമീപിച്ചാൽ ചിലപ്പോൾ ആലോചിക്കും എന്നും ജോയ് മാത്യു 24-നോട് പറഞ്ഞു. UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തുമെന്നും ബേപ്പൂർ മണ്ഡലത്തിൽ പക്ഷേ PV അൻവർ പരാജയപ്പെടുമെന്നുമാണ് ജോയ് മാത്യുവിന്റെ പ്രവചനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജോയ് മാത്യു മത്സരിക്കുമെന്ന് നമ്മളൊക്കെ കേട്ടിരുന്നു. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേരുകൾ പലയിടത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് സത്യമുണ്ടോ? ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയായി അങ്ങ് വരാനുള്ള സാധ്യതയുണ്ടോ? എനിക്കറിയില്ല, അങ്ങനെ ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ പ്രചാരകനായിട്ട് താങ്കൾ ഉണ്ടാവും? ഇടതുപക്ഷ വിരുദ്ധ പ്രചാരകനായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു കോൺഗ്രസിന് ഒരു പിന്തുണ കൊടുക്കാനായിരിക്കുമല്ലോ അങ്ങ് കരുതുന്നത്. കോൺഗ്രസിന്റെ പിന്തുണ എനിക്കുണ്ടല്ലോ, ഞാൻ കൊടുക്കുന്നുണ്ട്. UDFന് പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അങ്ങയോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു, ആവശ്യപ്പെടുകയാണെങ്കിൽ മത്സരിക്കുമോ? അത് ഒന്നും പറയാൻ പറ്റില്ല. അത് ആ സമയത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ, മറ്റ് ഘടകങ്ങൾ ആയിട്ടുള്ള എങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. അത് ആ സമയത്തേ പറയാൻ പറ്റുള്ളൂ. 2 യാത്രകൾ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒന്ന് LDFന്റെ യാത്ര നടക്കുന്നുണ്ട്, UDFന്റെ യാത്ര നടക്കുന്നുണ്ട്. 110 സീറ്റോട് കൂടിയിട്ട് വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാർ വരാൻ പോകുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താണ് അങ്ങയുടെ പ്രതീക്ഷ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക്? അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയാണുള്ളത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാര്യം സാധിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പൊതുവേ കാണുന്ന ഒരു ഭരണവിരുദ്ധ വികാരം വളരെ പ്രകടമാണ്. ഗവൺമെൻറ്റിൻ്റെ കൊള്ളരായ്മകൾ ഓരോ ദിവസം കഴിയുന്തോറും ആരോഗ്യരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും തൊഴിൽ രംഗത്താണെങ്കിലും ഒക്കെ തന്നെ ഭയങ്കര പരാജയങ്ങളാണ്. മാത്രമല്ല UDF മുമ്പോട്ട് വെക്കുന്ന പല പദ്ധതികൾ, സ്വപ്നങ്ങളാണെങ്കിൽ പോലും പല പദ്ധതികളും അവർ എടുക്കുന്ന നിലപാടുകൾ, ഓരോ കാര്യങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ, അതിൻ്റെ വ്യത്യസ്തത, ഇതൊക്കെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു UDF സർക്കാർ വരാൻ പോകുന്നു എന്ന് അങ്ങേക്കൊരു തോന്നലുണ്ട്? തീർച്ചയായിട്ടും ഈ ശക്തമായ തോന്നലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലമാണ് ബേപ്പൂര്. ബേപ്പൂരിൽ PV അൻവർ ഇതിനോടകം തന്നെ പ്രചാരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ബേപ്പൂരിലെ മുഹമ്മദ് റിയാസിനെ മറികടക്കാൻ അൻവറിന് കഴിയുമെന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് തോന്നുന്നു? അതൊരു തികഞ്ഞ അൻവർ പരാജയമാവാനാണ് സാധ്യത. കാരണം ഞാൻ മുഹമ്മദ് റിയാസിനെ സപ്പോർട്ട് ചെയ്യില്ല, പക്ഷേ നമുക്ക് നോക്കിയാൽ കാണാം അത് അങ്ങനെ സംഭവിക്കുള്ളൂ. ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള മണ്ഡലമായതുകൊണ്ടാണ്. ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുള്ള ഒരു സ്ഥലമാണത്. കാരണം VKC മുഹമ്മദ് കോയ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മണ്ഡലം, നേടിയെടുത്തിട്ടുള്ള സ്ഥിരമായി ഉറപ്പിച്ചൊരു മണ്ഡലം. അവിടെ പിന്നെ മുഹമ്മദ് റിയാസ് വന്നു, അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അവിടെ അദ്ദേഹത്തിന് നല്ല കോൺടാക്റ്റുകളുണ്ട്. അൻവർ പൊതുവേ അവിടെ പുതിയൊരാളാണ്. അൻവർ ചോദിച്ചു വാങ്ങിയതാണല്ലോ അവിടെ മത്സരിക്കണമെന്ന്. അപ്പോൾ വേഗം കൊടുക്കുകയും ചെയ്തു ഇവർ. അപ്പോൾ അത് കണ്ടറിയണം. ഇപ്പോൾ സിനിമയ്ക്കൊപ്പം തന്നെ രാഷ്ട്രീയ നിലപാടുകളും വ്യക്തമാക്കുന്നയാളാണ് ജോയ് മാത്യു. അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലിൽ ഒരു UDF സർക്കാർ ഇവിടെ വരാൻ പോകുന്നു എന്ന് തോന്നുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.